ഹലോ, ഓണം വന്നെത്തിക്കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ സദ്യയുടെ ഒരു മേളമല്ലേ. ഇന്നത്തെ നമ്മുടെ ഓണ സ്പെഷ്യൽ വീഡിയോയിൽ ഉണ്ടാക്കാൻ പോകുന്നത് സദ്യയിലെ ആ മെയിൻ ഹീറോയാണ്. നല്ല മധുരമുള്ള ക്രിസ്പിയായ ശർക്കര വരട്ടി. വലിയ പാടൊന്നുമില്ലാതെ വളരെ എളുപ്പത്തിൽ ഇതിങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനവിടെ കുറച്ച് പച്ചക്കായ എടുത്തിട്ടുണ്ട്. അത് മുറിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കയ്യിൽ എണ്ണ പുരട്ടണം, കാരണം അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെല്ലാം കറയാവും. എന്നിട്ട് ആദ്യം രണ്ട് സൈഡും ചെത്തിക്കളഞ്ഞ് അത് നീളത്തിൽ ഒന്ന് വരഞ്ഞ് പലയിടത്തായിട്ട് 2-3 പ്രാവശ്യം ഒന്ന് വരഞ്ഞ് കൊടുത്താൽ അത് പെട്ടെന്ന് പൊളിച്ചെടുക്കാൻ പറ്റും. മുറിച്ച് കഴിഞ്ഞ് നമ്മൾ ഇതിനൊന്ന് ചീകി കൊടുക്കണം. അത് തൊലിയുടെ അകത്തുള്ളൊരു വെള്ള സാധനം ഉണ്ട്, ഒരു പാട പോലെ, അത് മാറി കിട്ടാൻ വേണ്ടിയാണ്. പിന്നെ ഞാനിത് കഴുകുന്നോ അല്ലെങ്കിൽ വെള്ളത്തിലിടുന്നോ ഒന്നുമില്ല. ഇപ്പം തന്നെ ഉണ്ടാക്കേണ്ടതുകൊണ്ട് അത് കറുത്തൊന്നും പോകുന്നില്ല. നമുക്കിനി ഇത് കട്ട് ചെയ്തെടുക്കാം. ആദ്യം ഒന്ന് നീളത്തിൽ അരിഞ്ഞു കൊടുത്തിട്ട് പിന്നെ കുറുകെ അരിഞ്ഞു കൊടുക്കുക. ഒരു മീഡിയം സ്ലൈസസ് ആയിട്ടാണ് അരിഞ്ഞെടുക്കേണ്ടത്, ഒത്തിരി തിന്നാവാൻ പാടില്ല. അങ്ങനെ നമ്മളിതെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി വറുക്കാനായിട്ട് ഞാനിവിടെ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട്. ഇത് ചിപ്സ് വറുത്ത എണ്ണയായതുകൊണ്ടാണ് ഈ കളറിൽ ഇരിക്കുന്നത്. നമ്മൾ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് എടുക്കുന്നത് വറുക്കാനായിട്ട്. ആദ്യം നമ്മൾ ഹൈ ഫ്ലെയിമിലും പിന്നെ ഒരു 2-3 മിനിറ്റ് കഴിയുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്കും മാറ്റി വയ്ക്കുക. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മൾ വറുക്കാനിട്ടിരുന്ന കായയുടെ കളറൊക്കെ ഒന്ന് മാറി നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവമാകുമ്പോൾ നമുക്ക് പതുക്കെ ഇത് കോരി മാറ്റാം. ഇനി ഇതൊരു പാത്രത്തിലേക്ക് നിരത്തി നമുക്ക് തണുക്കാൻ വയ്ക്കാം. ഇതൊരു 5-6 മണിക്കൂറെങ്കിലും നമ്മൾ തണുക്കാൻ വയ്ക്കണം. ഇനി നമുക്ക് ശർക്കര ഒന്ന് അലിയിച്ചെടുക്കാം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നല്ല കറുത്ത ശർക്കര തന്നെ നോക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ശർക്കര ഒന്ന് ഉരുകി വന്നു കഴിയുമ്പോൾ അതിന് മുകളിലുള്ള അഴുക്കൊക്കെ എടുത്ത് ഇങ്ങനെ മാറ്റിക്കളയുക. അടുത്തായിട്ട് നമ്മൾ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള ശർക്കര പാനിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ടൊരു ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളിയോ അടുപ്പത്ത് വയ്ക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ ഉരുക്കി വെച്ചിരുന്ന ശർക്കര അരിച്ച് ഇതിലേക്ക് ഒഴിക്കുക. ഇത് നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിങ്ങനെ ഒരു നൂൽ പരുവമായിട്ട് വരും. അതുവരെ നമ്മളിതിനെ ഇളക്കി കൊടുക്കണം. ഇനി ഈ പാനി ഒന്നും കൂടി കുറുകി പോകാതിരിക്കാനായിട്ട് നമുക്ക് കുറച്ച് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ജീരകം, ചുക്ക്, ഏലക്ക എന്നിവ പൊടിച്ചത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മളൊരു 6 മണിക്കൂറെങ്കിലും തണുപ്പിച്ചെടുത്ത നമ്മൾ നേരത്തെ വറുത്ത് വെച്ച കായ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ തീ ഓഫ് ചെയ്തതിന് ശേഷവും നന്നായിട്ട് കൈവിടാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണിത് കട്ട കൂടാതെ നമുക്ക് കിട്ടുകയുള്ളൂ. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അങ്ങനെ വളരെ രുചികരമായ, വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ശർക്കര വരട്ടി ഇവിടെ തയ്യാറായി കഴിഞ്ഞു. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ബൈ.